വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. വീഡിയോ എന്ന് പറയുന്നത് സ്റ്റൗ ടോപ്പിൽ നമ്മുടെ കുക്കറിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ചിക്കൻ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ പ്രഷർ കുക്കർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 800 ഗ്രാം തൂക്കമുള്ള ഒരു കോഴിയാണ്. ചിക്കൻ അരച്ചു പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നത്. ചുക്കാണ്, ഇഞ്ചി ഉണക്കി പൊടിച്ചത്. ഇത് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം ഇഞ്ചി ചതച്ച് ചേർത്താലും മതി, അല്ലെങ്കിൽ നല്ല പേസ്റ്റാക്കി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിച്ചതാണ്, അതായത് വെളുത്തുള്ളി ഉണക്കി പൊടിച്ചത്. ഇതിന് പകരം വെളുത്തുള്ളി നല്ലതുപോലെ അരച്ച് ചേർക്കാം. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കസ്തൂരി മേത്തിയാണ്, ഒരു പിടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ചിക്കൻ ബേക്ക് ചെയ്യാണ്, മൊത്തത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈ മസാല ഞാൻ ഈ വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ആ ഒരു ടേസ്റ്റ് ചിക്കൻ ബേക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ മസാല ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ പരുവത്തിനുള്ള എണ്ണ ചേർക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം മസാല. ഇത് 800 ഗ്രാമുള്ള ചിക്കനാണ്, തൊലിയോട് കൂടിയുള്ള ചിക്കനാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് മസാലയൊക്കെ ഉള്ളിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് മസാല തേച്ച് കൊടുക്കാം. ഇത് ഒരു നാരങ്ങ പിഴിഞ്ഞതാണ്. അത് ഞാൻ ഈ ചിക്കനിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് മസാല നമ്മൾ വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുക്കത്തില്ലേ, ആ സമയത്ത് അതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മസാല തയ്യാറാക്കി എടുത്താലും മതിയാവും. അപ്പോൾ എണ്ണ കുറച്ച് യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മസാല ഒന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു നൂല് വെച്ചിട്ട് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഈ മിഡിൽ പോർഷനിൽ ഞാൻ ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി ആണ് അതിനെ യോജിപ്പിച്ച് വെക്കുന്നത്. ഒരു നൂല് കൊണ്ട് ഈ കാലും കൂടെ ഒന്ന് ചേർത്ത് കെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ അതിങ്ങനെ അടന്നു പോകാനും പിന്നെ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ചിറകും. ഇവിടെ ചിക്കൻ മസാലയൊക്കെ തേച്ച് നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. എങ്കിൽ മാത്രമേ മസാലയിൽ ഉപ്പെല്ലാം ശരിക്കും ചിക്കനിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഇല്ലെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കുക. ഓവർനൈറ്റാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉള്ളിലേക്ക് മസാല ശരിക്കും ഇറങ്ങത്തില്ല. വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഈ ചിക്കൻ ബേക്ക് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിലാണ്. പേര് പോലെ തന്നെ പ്രഷർ കുക്കറിലാണ് ഈ ചിക്കൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു വലിയ പ്രഷർ കുക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കറികൾക്ക് ചേർക്കുന്ന ഉപ്പ് ഇട്ട് കൊടുത്താലും മതി. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഈ കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. കുക്കർ പ്രീഹീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു വാട്ടിയ വാഴയില കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം ചിക്കൻ കുക്കറിൻ്റെ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ചിക്കൻ്റെ ഏതെങ്കിലും ഭാഗമൊക്കെ കുക്കറിൽ തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വാഴയില സൂക്ഷിച്ച് വെച്ച് കൊടുക്കണം, കൈ പൊള്ളിക്കരുത്.
ചിക്കൻ ഇവിടെ കുക്കറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പടച്ചു കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ്സ് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ തവി തന്നെ ഉപയോഗിച്ചാൽ മതി, എടുക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെ ഇപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അവനിലൊക്കെ ചിക്കൻ ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തും ഒക്കെ നല്ലൊരു ചെറിയൊരു മൊരിച്ചിൽ കാണും. അപ്പോൾ ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന്. ചിക്കൻ ഇവിടെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് വെജിറ്റബിൾ ഇവിടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ കുറച്ച് ക്യാരറ്റ്, പിന്നെ പൊട്ടറ്റോ, കോളിഫ്ലവറൊക്കെ ആവി കയറ്റി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊന്നും ഒരു കൃത്യ അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർത്താൽ മതി. എല്ലാ വെജിറ്റബിളും വേണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് മാത്രം ഉപയോഗിച്ചാൽ മതി. കുറച്ച് ക്യാപ്സിക്കം ആണ്, 3 കളറും ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അത് 3 കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. ചേർക്കുന്നത് കുറച്ച് ഗാർലിക് പൗഡറാണ്, ഒരു 1/4 ടീസ്പൂണോ അതിൽ കുറച്ച് കൂടുതലോ കാണും. അത് ഒരു ടേസ്റ്റിന് ചേർത്തന്നേ ഉള്ളൂ, നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് ആവി കയറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ കൂടെ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കൂടെ വെജിറ്റബിൾ ഒന്ന് കുക്ക് ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ തയ്യാറാക്കിയെടുത്ത വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് ഈ ചിക്കന് ചുറ്റുമായിട്ട് വെക്കാം. അപ്പോൾ ചിക്കൻ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു വെജിറ്റബിളും കൂടെ കഴിച്ചാൽ മതിയാവും. നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ എന്താണെന്ന് വെച്ചാൽ സൈഡിൽ കരുതാം, അതും ഇതിൻ്റെ കൂടെ കഴിക്കാം. മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസ് ഒരു ടേസ്റ്റിന് യൂസ് ചെയ്യാൻ. ടൊമാറ്റോ കെച്ചപ്പ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ഇതിൻ്റെ കൂടെ സൈഡിൽ എടുക്കാവുന്നതാണ്. സ്റ്റൗ ടോപ്പിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുക്കറിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഇതേപോലെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.